ആദ്യമേ നോക്കിയത് ഇവളുമാരെയാണ്. ഇവളുമാരെല്ലാം ഇപ്പം നല്ല സൈലൻ്റായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് മുമ്പേ വരെ ഭയങ്കര ചിലപ്പായിരുന്നു. ഇത് മറ്റേ ഹാൻഡ് ഫീഡിങ്ങിന് വേണ്ടിയിട്ടേ രാവിലത്തെ ഹാൻഡ് ഫീഡിങ് കൊടുത്ത്, അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞ് ഇനി കുറച്ച് നേരം ഒരു 2-3 മണിക്കൂർ ഇതുപോലെ സൈലൻ്റായിട്ട് ഇങ്ങനെ ഇരുന്ന് വല്ല ഉറങ്ങുകയൊക്കെ ചെയ്യും. പിന്നെ ഇവർക്ക് ഹാൻഡ് ഫീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ചെന്നത് ഫ്ലവർ ഹോണിൻ്റെ അടുത്തോട്ടാണ്. അപ്പോൾ അവന് രാവിലെ കൊടുക്കാൻ സീബ്ര ഇല്ലായിരുന്നു. ഒന്നെങ്കിൽ സീബ്ര അല്ലെങ്കിൽ ഗപ്പിയുടെ ഏതെങ്കിലുമൊക്കെ ആയിരുന്നു കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കിടക്കുന്ന കുറച്ച് റേറ്റുള്ള ഗപ്പിയാണ് കിടക്കുന്നത്. അപ്പം ഈ ഒരു മോളി ഉണ്ടായിരുന്നു, മോളിയാണ് ഇട്ട് കൊടുക്കുന്നത്. സാധാരണ മോളിയൊന്നും തിന്നത്തില്ല, ചിലപ്പോഴൊക്കെ അങ്ങ് ഒരറ്റത്തു നിന്നൊക്കെ വെട്ടിയൊക്കെ വിഴുങ്ങും. പക്ഷേ ചിലതൊക്കെ ഇതുപോലെ അവൻ വേസ്റ്റ് ആക്കും. പിന്നെ ചെന്നത് നമ്മുടെ മുയൽപ്പെണ്ണിൻ്റെ അടുത്താണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞോന്നറിയത്തില്ല, ഇവളുടെ ഒരു കാലില്ലായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമേ ഒന്നും ശ്രദ്ധിച്ചില്ലായിരുന്നു, പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് നോക്കിയത്. അപ്പോൾ ഇവളുടെ ഒരു കാലില്ലെന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ എങ്ങാണ്ട് പോയതാണ്. പിന്നെ അവിടെ ഉണങ്ങിയൊക്കെ ഇരിക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ ആ പൂച്ച പോയി കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി ആകപ്പാടെ മൗനത്തിലാണ്. പിന്നെ ഇത് കണ്ട, ഇത് പാണ്ടാമോളിയാണ്, പാണ്ടാമോളിയുടെ കുഞ്ഞ്. മറ്റേ പാണ്ടാമോളിയുടെ നമ്മുടെ കയ്യിലൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിനകത്ത് ഞാനൊരു പ്രാവശ്യം രാവിലെ വന്ന് നോക്കിയപ്പം കുറേ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. വൈകിട്ടായപ്പോഴത്തേക്ക് ബാക്കി കുഞ്ഞുങ്ങളെയൊക്കെ അതിൻ്റെ തള്ളയും തന്തയൊക്കെ തിന്നു കഴിഞ്ഞു. അപ്പോൾ ബാക്കി ആകപ്പാടെ വന്ന ഒരെണ്ണമാണിത്. അപ്പോൾ ഒരെണ്ണത്തിനടുത്ത് മറ്റേ ഷ്രിമ്പ് കിടന്ന ആ ടാങ്കിലോട്ടിട്ടു. പക്ഷേ ഇവൻ കുറച്ച് അഗ്രസീവാണ്. ഈ കൂടുള്ള ഇത് കണ്ടില്ലേ, കൂടുള്ള ഗപ്പിയൊക്കെ ഇല്ലേ, ഹൈബ്രിഡ് ഗപ്പി, അതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ അടുത്തോട്ടൊന്നും അടുപ്പിക്കത്തൊന്നുമില്ല, എല്ലാത്തിനെയും കൊത്തിയൊക്കെ ഓടിക്കും. പിന്നെ ഇത് കാണാൻ നല്ല രസമുണ്ട്, ഇങ്ങനെ കിടക്കും. പിന്നെ ഇവളുടെയൊക്കെ ഹാൻഡ് ഫീഡിങ് രാത്രി രണ്ടാമത്തെ അല്ല മൂന്നാമത്തെ ടൈം. ഇപ്പോൾ ഹാൻഡ് ഫീഡിങ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചില്ലായിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ കയ്യിൽ വേറെ ഒരു സിറിഞ്ചുണ്ട്, കുറച്ചും കൂടെ മറ്റേ സ്റ്റീലിൻ്റെ കുറച്ച് നീളമുള്ള. ഇതൊക്കെ ആണെങ്കിൽ കുറച്ച് പെട്ടെന്ന് ഇവൾമാർക്കൊക്കെ കൊടുക്കാം, പെട്ടെന്ന് നമുക്ക് ഹാൻഡ് ഫീഡിങ് കൊടുക്കാം. അപ്പോൾ ഞാനൊരു ഗ്ലാസ്സിനകത്ത് കുറച്ച് പെറ്റ് ലൈഫിൻ്റെ ഹാൻഡ് ഫീഡിങ് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു സിറിഞ്ച് എടുത്തിട്ട് ഇവൾക്കൊക്കെ ഇപ്പോൾ കൊടുത്താൽ ഇപ്പം മനസ്സിലാവും എങ്ങനെ കഴിക്കുന്നതെന്നൊക്കെ. അപ്പോൾ സിറിഞ്ച് കാണുമ്പോൾ തന്നെ ഇവൾക്കൊക്കെ അറിയാം ഹാൻഡ് ഫീഡിങ് കൊടുക്കാൻ ടൈമായി, അല്ലെങ്കിൽ ഞാൻ ഹാൻഡ് ഫീഡിങ് എടുക്കുവാന്ന്. അപ്പോൾ സിറിഞ്ച് കാണുമ്പോഴേ ഇവൾ ചിലപ്പോൾ തുടങ്ങും. അപ്പോൾ ഞാനിങ്ങനെ എടുത്ത് ഇടയ്ക്കൊക്കെ വായിൽ വെച്ച് കൊടുക്കും. ഇത് ഡയറക്റ്റ് കഴിക്കും ഇങ്ങനെ. അല്ലെങ്കിൽ കഴിക്കാൻ മടിയൊക്കെ ഉണ്ടെങ്കിൽ സ്കിപ്പൊന്നും ആക്കത്തില്ല, കുറച്ച് ഉള്ളിലോട്ട് ഇറക്കി ഇങ്ങനെ കൊടുക്കും.